പിന്നെ ബീഹാറിലെ ഈ ഒരു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും സജീവമായൊരു ഫാക്ടർ അല്ലെങ്കിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് പ്രശാന്ത് കിഷോർ, തെരഞ്ഞെടുപ്പ് വിദഗ്ധനായ പ്രശാന്ത് കിഷോറിൻ്റെ ഒരു സാന്നിധ്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജൻ സ്വരാജ് പാർട്ടി 1.5 വർഷമായിട്ട് ഫീൽഡിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് താഴേക്കിടയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. അപ്പോൾ അവർ നല്ല രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ളൊരു പ്രഡിക്ഷനൊക്കെ ഒരു 2 മാസം മുമ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കാലക്രമേണ എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ ഗ്രാജ്വലി അവരുടെ ആ ഒരു സ്വാധീനം കുറഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് BJP വളരെ ശക്തമായ ക്യാമ്പയിനിങ്ങിലേക്ക് മാറിയതിന് ശേഷം BJPയുടെ പ്രമുഖ നേതാക്കൾ, ദേശീയ നേതാക്കളൊക്കെ അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസികളിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മേഖലകളിൽ എത്തിയതോടുകൂടി തന്നെ പ്രശാന്ത് കിഷോറിൻ്റെ ആ ഒരു ചാമിങ് സംഭവം കുറേയൊക്കെ കുറഞ്ഞു. പിന്നെ അതുകൂടാതെ തന്നെ തേജസ്വിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടുകൂടി പൊതുവെ ഈ പ്രശാന്ത് കിഷോറിന് ലഭിക്കേണ്ട ചില ആൻറ്റി ഇൻകംബൻസി വോട്ടുകൾ തിരിച്ച് RJD അല്ലെങ്കിൽ മഹാസഖ്യത്തിലേക്ക് പോയി എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അതുകൂടാതെ തന്നെ പ്രശാന്ത് കിഷോർ ഈ BJP JDU സഖ്യത്തിന് ലഭിക്കേണ്ട ചില വോട്ടുകളും പിടിക്കുമെന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതും ഒടുവിൽ സംഭവിച്ചിട്ടില്ല എന്നാണ് വിവിധ എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് BJPയുടെ ഫോർവേഡ് കാസ്റ്റ് വോട്ടിൽ ഒരു ചെറിയൊരു അംശം പ്രശാന്ത് കിഷോർ പിടിച്ചേക്കുമെന്നുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ പ്രശാന്ത് കിഷോർ ഒരു 4 മുതൽ 6% വരെ വോട്ട് പിടിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ എത്രത്തോളം സീറ്റ് കിട്ടും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്.